ഗുഡ് മോർണിംഗ് അരുൺ. യെസ്, ആ രാത്രിയിലെ ലൈവുകൾ ഞങ്ങൾ ഓർത്തെടുക്കുകയായിരുന്നു. ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ആ രാത്രിയിൽ അനുഭവിച്ച ഒരു ടെൻഷനും ആ രാത്രിയിൽ നടത്തിയ ചെറുത്തുനിൽപ്പും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് 10 വോട്ട് കൂട്ടിക്കൊടുത്തു എന്നതല്ലേ സത്യം? ഷാനിമോൾ. അരുൺ, ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിലുള്ള സന്തോഷത്തിനേക്കാൾ അപ്പുറമായിട്ടുള്ള അഭിമാനം ഈ റിപ്പോർട്ടർ ടി വിയിലൂടെ രാവിലെ പങ്കുവയ്ക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പണ്ടൊക്കെ പരാജയം മാത്രം ചർച്ച ചെയ്ത് പഠനം നടത്തുന്ന ഒരു സംവിധാനമായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളത് മാറി വിജയത്തെക്കുറിച്ച് കൂടി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം അടക്കം പ്രതിപക്ഷ നേതാവ് കേരളത്തോട് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ വിജയവും പഠിക്കുമെന്ന്. അപ്പോൾ അതുപോലെ ഞങ്ങൾ പാലക്കാട്ടെ വിജയവും ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം, ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ ബിന്ദുകൃഷ്ണ ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ 30 ദിവസവും ഇതിലധികം അവിടെ തന്നെ നിന്നിട്ടുള്ള ആളുകളാണ്. ഒരു ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടം പരാജയപ്പെടുമെന്നുള്ള ഒരു അസസ്മെൻറ്റ് കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഓരോ തവണയും ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കുമെന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഓരോ ദിവസത്തെയും ചർച്ചകൾ. അപ്പോൾ ഇതിനകത്ത് സാധാരണ ജനങ്ങളുടെ ജീവിത സത്യങ്ങൾ, രാഷ്ട്രീയം അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. വിലക്കയറ്റം, അതുപോലെ തന്നെ മറ്റ് പെൻഷൻ കിട്ടാത്തത്, കാർഷിക മേഖലയിലെ പ്രശ്നം. ഇതിന് നടുവിലാണ് നാടകങ്ങളും തിരക്കഥയുമായിട്ട് CPM-ഉം LDF-ഉം രംഗത്ത് വന്നത്. അപ്പോൾ അവരുടെ നാടകങ്ങളുടെ ഒരു എപ്പിസോഡ് മാത്രമായിരുന്നു പാതിര നാടകം. ഞങ്ങളവിടെ താമസിക്കുകയല്ലായിരുന്നോ? ഞങ്ങൾ ഈ നാട്ടിൽ പൊതുപ്രവർത്തന രംഗത്ത് നിലകൊള്ളുന്നവരല്ലേ? അപ്പോൾ ഞങ്ങളെ മുറിയിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ FIR ഇട്ടില്ല എന്നുള്ള താങ്കളുടെ ആ പരാമർശത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. FIR പോലും ഇടാതെ, GD എൻട്രി പോലും, ഞങ്ങൾ രണ്ടുപേരും അഭിഭാഷകരാണ്, എൻട്രി പോലും ഇല്ലാതെ അത്രയും വലിയ സംഭവം അവിടെ നടന്നിട്ട് താങ്കളുടെ റിപ്പോർട്ടർ TV അടക്കമുള്ള ചാനലുകളിൽ തെളിവ് ഇന്നും ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ഒരു പോലീസിന് മുന്നോട്ട് പോകാൻ പറ്റും? നിയമത്തിന്റെ മുന്നിൽ കുറെ ചട്ടങ്ങളില്ലേ? അത്തരം കാര്യങ്ങൾ. ഇപ്പൊ ട്രോളി വിവാദം പിറ്റേന്ന് ഉപേക്ഷിച്ചു എന്ന് ബഹുമാനപ്പെട്ട NN കൃഷ്ണദാസ് പറഞ്ഞതോടുകൂടി CPM തലയിലും ഉണ്ടിട്ട് പിന്നോട്ട് ഓടുന്ന ഞങ്ങൾ കണ്ടു. പക്ഷേ ഇതിന് ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. കാരണം സ്ത്രീകളുടെ മുറിയിൽ അതിക്രമിച്ച് വന്ന് ഇത്തരത്തിലുള്ള ആഭാസ നാടകങ്ങളൊക്കെ കാണിച്ച പോലീസുകാരും അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള തിരക്കഥാകൃത്തുകളടക്കമുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷവും നാടുണ്ടല്ലോ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഈ നിയമ നടപടികളിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് മാറില്ല എന്നാണ് ഞങ്ങൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്. അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഈ ഷാനിമോൾ ഉസ്മാൻ KPM-ൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളും അവിടെ താമസിക്കുന്ന സമയത്ത് എപ്പോൾ കടന്നു പോകുമ്പോഴും ഷാനിമോൾ ഉസ്മാൻ പറയുമായിരുന്നു, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു. അതായത് ഓരോ നിമിഷവും ഷാനിമോൾ ഉസ്മാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയത്തിന് വേണ്ടി ഗ്രൗണ്ടിൽ വളരെ സജീവമായിരുന്നു. എനിക്കൊരു 30-32 ദിവസം ഉണ്ടായിരുന്നു അല്ലേ ഷാനി അവിടെ? അതെ, ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് കഴിഞ്ഞ് വന്നാൽ മതി എന്നുള്ള എനിക്ക് വേറൊരു അസൈൻമെന്റും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതും കൂടി കഴിഞ്ഞിട്ടാണ് വന്നത്. അതങ്ങനെ പറയുന്നത് എന്താ പറയുക, ഞങ്ങളുടെ പോസിറ്റിവിറ്റിയാണ്. ഞങ്ങളെല്ലാവരും വലിയ ജോലിയിലായിരുന്നു. ഞങ്ങളുടെ ആ പോസിറ്റിവിറ്റി അത് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞേക്കണേ എന്ന് പറയുന്നത്. കാരണം ഈ നാടകങ്ങളൊക്കെ രാഹുലിന്റെ വിജയം ഒറ്റ ലക്ഷ്യം, വെറും വിജയമല്ല, ഞങ്ങൾ ആഗ്രഹിച്ച ഈ പറയുന്ന വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം ഞങ്ങൾക്ക്. കാരണം ഇത് BJP-ക്കെതിരെയാണ് ഞങ്ങളുടെ മത്സരം. അത് ആദ്യം മനസ്സിലാക്കണം. BJP-യാണ് ഞങ്ങളുടെ ടാർഗറ്റ്. BJP വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള കൃത്യമായ നിലപാടെടുത്ത് കൃത്യമായി ഞങ്ങൾ ആ കാര്യമാണ് പ്ലാൻ ചെയ്ത് തുടക്കം മുതലേ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള പല കഠിനാധ്വാനം നടക്കുമ്പോൾ ഗ്രൗണ്ട് മനസ്സിലാക്കിയ ആളുകൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് കോൺഗ്രസും UDF-ഉം BJP-യും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് ആണെന്നുള്ളത്. അതിന് ഞങ്ങൾ ചെറുത്ത് തോൽപ്പിച്ചു. ഞങ്ങൾക്ക് വലിയ